വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാല മുടി സംരക്ഷണത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന ഒരു കുട്ടി കമന്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓരോ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നായാലും ഹെയർ ആയാലും അതിനനുസരിച്ചിട്ട് കെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ചൂടുകാലത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത്. മഴക്കാലത്താണ് കേട്ടോ നമ്മുടെ മുടിയുടെ വളർച്ച കൂടുന്ന ഏറ്റവും നല്ല സമയം. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ കൂടുകയും ചെയ്യും, പക്ഷേ ഈ ഒരു മഴക്കാലത്ത് ഒന്നും കൂടി നമ്മുടെ മുടിയുടെ വളർച്ച കൂടുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് പ്രശ്നങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു മഴക്കാലം. മുടി കൊഴിച്ചില് കൂടുതലായിട്ട് കാണാം. അതേപോലെ തന്നെ താരൻ, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം, മുടിക്കായ, ഇതൊക്കെ കൂടുതലായിട്ട് വരുന്നൊരു സമയമുണ്ട് ഈ ഒരു മഴക്കാലം. അപ്പൊ നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കൂടാനായിട്ടുള്ള കാരണമാവും കേട്ടോ. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ടും അതേപോലെ തന്നെ താരൻ വരാതിരിക്കാം, മുടിക്കായ വരാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. തന്നെ ഓരോ കാലത്തും നമുക്ക് വ്യത്യസ്തമായ പ്രശ്നങ്ങളായിരിക്കട്ടെ നമ്മുടെ മുടിക്ക് ഉണ്ടാവും. തന്നെ ഓയിലിംഗ് ആണ്. അപ്പോൾ ഓയിലിംഗ് നമുക്ക് ദിവസം ചെയ്യണോണ്ട് കുഴപ്പമില്ല, പക്ഷെ ഓയിലൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ നിന്നും മുടിയിൽ നിന്നും നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹെയർ വാഷിംഗ് ആണ്. അപ്പോൾ ഡെയിലി ചെയ്യണോണ്ടും അതും കുഴപ്പമില്ല, പക്ഷെ അതും നമ്മൾ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടിവെക്കാനായിട്ട് ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കുന്നത് പാക്കുകളാണ്. അപ്പോൾ ഹെവി ആയിട്ടുള്ള പാക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമതായിട്ട് ഫുഡ് നന്നായി കഴിക്കുക, അതോടൊപ്പം തന്നെ നല്ല രീതിക്ക് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ലാസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടിവെക്കുക. ഇനി മുടി ഉണങ്ങാനായിട്ട് ഹീറ്റിംഗ് ടൂൾസോ അതല്ല ഡ്രയറോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ ആ ഒരു കാറ്റും ഇതൊക്കെ കൊണ്ടതിന് ശേഷം മാത്രം മുടി ഉണക്കി കെട്ടിവെക്കാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുടി ഒന്നും ഉണങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ട, നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലും ഹെയർ വാഷ് ചെയ്യണോണ്ടും കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ മഴക്കാലത്ത് ഉണ്ടാകുന്ന മുടിയിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം.